ഹായ് വ്യൂസ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതിനെക്കാട്ടും മുമ്പ് ഇതാ എൻ്റെ സ്വന്തം ഗ്രൗണ്ട് കേട്ടാ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ ഓരോ ഗ്രൗണ്ടിൽ തെണ്ടി ഓരോ സ്ഥലത്ത് പോയിട്ട് ഇത്ര കാലം വീഡിയോ എടുക്കില്ല. എന്താ വെച്ചാൽ സ്വന്തമായിട്ട് ഒരു ഗ്രൗണ്ട് ഇല്ല. നമുക്ക് ഗ്രൗണ്ട് ഉണ്ടേനു ഒരു 3-4 കൊല്ലമായി എൻ്റെ സ്വന്തം ഗ്രൗണ്ടിൽ വെച്ച് ഒരു കളിച്ചിട്ടോ വീഡിയോ എടുത്തിട്ടോ. വീഡിയോ ഇതിന് മുമ്പ് എടുക്കില്ല, അത് വേറെ വിഷയം. അപ്പോൾ ഇവിടുത്തെ നാട്ടിലെ ഏട്ടന്മാരെല്ലാം കൂട്ടിയിട്ട് ഗ്രൗണ്ടെല്ലാം വൃത്തിയാക്കി നല്ല മൊഞ്ചാക്കി തന്നിട്ടുണ്ട്. ഇനി സ്കൂളിൽ കുട്ടികൾ പരീക്ഷയെല്ലാം കഴിഞ്ഞാൽ ഒന്ന് ഇവിടുന്ന് ഇനി കളിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ എലാസ്റ്റിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്കില്ലാണെന്നറിയാം. അപ്പോൾ അത് എങ്ങനെ നമ്മളിത് പഠിക്കാം, എങ്ങനെ പഠിച്ചിട്ട് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കളിയിൽ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എലാസ്റ്റിക്കോ എല്ലാവർക്കും അറിയാം. ഒരു 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 സൈഡിലേക്ക് ഫേക്ക് ആയിട്ട് ആ ടൈം തന്നെ ഉള്ളിലേക്ക് തിരിച്ചിടുന്നതാണ് എലാസ്റ്റിക്കോ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് പഠിക്കാം. എലാസ്റ്റിക്കോ പഠിക്കാൻ വെറും 2 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്ന് റൈറ്റിലേക്ക് തട്ടിയിട്ട് ലെഫ്റ്റിലേക്ക് വിട്ടു, 2 സ്റ്റെപ്പുകൾ പറയാം. പക്ഷെങ്കിൽ ഉള്ള ഈ ഒരു സ്കില്ലുകൾ വെച്ചിട്ട് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്കില്ലാണ് എലാസ്റ്റിക്കോ. നിങ്ങൾ എത്ര വലിയ ഒരു ലെജൻഡ് 1-2 ലെജൻഡുകൾ ചെയ്യുവാന്നല്ലാണ്ട് എല്ലാ പ്ലേയേഴ്സും ഇത് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് കളിയിലെടുക്കുക അത്രയ്ക്ക് റിസ്കി ആയിട്ടുള്ള സംഭവം. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ ഞാൻ കുറച്ച് മെത്തേഡ് നിങ്ങളെ ഇതിൽ എന്തെല്ലാം മിസ്റ്റേക്ക് വരുന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് ടച്ച് എന്ന് വെച്ചാൽ റൈറ്റിലേക്ക് തട്ടുക, ലെഫ്റ്റിലേക്ക് ഇടുക. ആ ഫസ്റ്റ് സെക്കൻഡ് ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ടച്ച് റൈറ്റിലേക്ക് തട്ടുക, സെക്കൻഡ് ടച്ച് ഉള്ളിലേക്ക് തട്ടുക. ഈ റൈറ്റിലേക്ക് തട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ റൈറ്റിലേക്ക് നേരെ ബോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ തട്ടുക. ഓപ്പോസിറ്റ് തട്ടുമ്പോൾ ഈ തട്ടി തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ബോൾ തെറിച്ചു. ഇതാ അധികം കുട്ടികൾക്കും പറ്റുന്നത്. അത് പറ്റുമ്പോൾ നമ്മൾ അധികം ആൾ അത് യൂസ് ചെയ്യാണ്ട് പിന്നെ അവിടെ നിന്ന് വിട്ടേക്കും. ഈ ഫസ്റ്റ് ടച്ച് നമ്മൾ ഏറ്റവും കറക്റ്റായിട്ട് ടച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിപ്പോൾ ബോളാണെങ്കിൽ ഈ ബോളിൻ്റെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ കളിക്കുവാണെങ്കിൽ ഇവിടെ തട്ടിയിട്ടാണ് നമ്മൾ കളിക്കാൻ തുടങ്ങുക. അവിടെയല്ല തട്ടേണ്ടത്, അടിയില്ല. ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ തട്ടുമ്പോൾ ബോൾ ഫാസ്റ്റായിട്ട് മൂവ് ആവും. പക്ഷെ അടിഭാഗത്ത് തട്ടുമ്പോൾ ബോൾ ജസ്റ്റ് ഒരു മൂവേ ആവുള്ളൂ. ഇതുണ്ടെങ്കിൽ ഈ അടിഭാഗത്ത് തട്ടുമ്പോൾ ജസ്റ്റ് ഒരു മൂവായിട്ട് ബോൾ അടുത്ത് നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടി തട്ടിയിട്ട് ഇങ്ങോട്ട് തട്ടാനുള്ള ടൈം നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് കാലം ശ്രദ്ധിക്കേണ്ടത്. ഡയറക്റ്റ് ഇവിടെ തട്ടറ്, ഇതിൻ്റെ അടിയിലോട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ട് അപ്പോൾ അവിടെ നമുക്കൊരു ടൈം കിട്ടും. മനസ്സിലാകട്ടെ? ജസ്റ്റ് ബോൾ ഒന്ന് സ്പിന്നാവും. ഇങ്ങനെ തട്ടുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോകും, ഇങ്ങനെ തട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പിന്നായി കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് തട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലായാലോ? ജസ്റ്റ് അതിൻ്റെ അടിയിലോട്ട് ഈ 95 ഡിഗ്രിയിൽ ഈ കറക്റ്റ് ഈ മൂലക്കുന്ന അടിയിലോട്ട് ജസ്റ്റ് ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത ചെയ്യുന്ന നമ്മൾ മിസ്റ്റേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അങ്ങ് എത്തിയിട്ട് കാലവിടെ വെച്ച് കൊടുത്താൽ മതി. ഈ വെക്കലിൽ ജസ്റ്റ് ഈ ഒരു പൊസിഷൻ, ഈ നമ്മൾ കാലവിടെ വെക്കുന്നില്ല, വെച്ചിട്ട് ഇതാ സംഭവം. ജസ്റ്റ് തട്ടുക, ഇതാക്കുക, ഇത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോൾ കാല് തിരിച്ചു വെക്കുന്ന പോലെ ഉണ്ട്. കാലവിടെ വെക്കുന്നേ ഉള്ളൂ, ഈ ടോ മാത്രമേ നമ്മൾ തിരിക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് തട്ടുക, ഇതാക്കുക. അത് നിങ്ങൾ ബോൾ വെച്ച് ചെയ്യാറ്. എന്താ വെച്ചാൽ ബോൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധ മൊത്തം ബോളിലുണ്ടാവുക. അപ്പോൾ ബോൾ ഇല്ലാണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ഒരു 5-10 പ്രാവശ്യം നമ്മൾ തന്നെ ചെയ്ത് പഠിക്കുക. ജസ്റ്റ് ഈ എൻ്റെ കാലിൻ്റെ പൊസിഷൻ നിങ്ങൾ കണ്ടോ, ഇങ്ങനെയല്ല തട്ടുന്നത്, ഇങ്ങനെ ജസ്റ്റ് ബോളിൻ്റെ അടിയിലോട്ടേക്ക് തട്ടുക, വെക്കുക. ഇങ്ങനെ തന്നെ 1 2 നമ്മൾ ഡാൻസ് സ്റ്റെപ്പ് പഠിക്കുന്ന പോലെ തന്നെ വെറുതെ തന്നെ ഇങ്ങനെ തന്നെ പഠിക്കുക. അത് കഴിഞ്ഞ് ഒരു 10 സ്റ്റെപ്പ് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബോൾ എടുത്തിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ബോൾ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴും കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവിടെ വേറൊരു പ്രശ്നമുണ്ട്. നമുക്ക് മനസ്സിൽ ഈ പ്ലെയേഴ്സ് എല്ലാം എടുക്കുന്ന കണ്ടത് ഭയങ്കര ഫാസ്റ്റ് ടക്കെന്ന് എടുത്തിട്ട് പോവുക. അപ്പോൾ അത് തന്നെയാണ് മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത തന്നെ അവിടെ ഇങ്ങനെ എടുത്ത് വെക്കാൻ നോക്കും, ബോളതാ അപ്പുറത്തെ കണ്ടത്തിലെത്തി ഫാസ്റ്റ്. നമ്മളെ മനസ്സിൽ ഈ ഒരു സ്കില്ല് ഭയങ്കര ഫാസ്റ്റാന്നുള്ളത് നമ്മളെ മനസ്സിലവിടെ സ്റ്റോർ ചെയ്ത് വെച്ച്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന കാറ്റും ഒരു കുറച്ച് സ്ലോ ആയി ഈ ഒരു സ്കില്ല്, അത് നമ്മൾ മനസ്സിലാവാതെ വിചാരിക്കുക. നമ്മൾ സ്ലോയിൽ ചെയ്താൽ തന്നെ അത് ഫാസ്റ്റായിട്ട് നമുക്ക് തോന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ 2 സ്റ്റെപ്പ് സഡൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ സ്ലോയിൽ ചെയ്താൽ മതി. നമ്മൾ സ്ലോയിൽ ചെയ്യുമ്പോൾ തന്നെ അത് ഫാസ്റ്റായിട്ടേ തോന്നുള്ളൂ നമുക്ക്. ഇപ്പോൾ ജസ്റ്റ് മെല്ലെ അടിയിലോട്ട് ഒന്ന് കാല് വെക്കുക, എന്നിട്ട് തിരിച്ച് കാലെടുത്ത് വെക്കുക. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് വെക്കുക, തിരിച്ച് കാലെടുത്ത് വെക്കുക. ഈ വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫുൾ ബാലൻസ്ഡ്. അവിടെ കിട്ടുന്നില്ലടാ ഫുൾ ബാലൻസ് അവിടെ. അപ്പോൾ ഈ ബാലൻസ് തന്നെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് പോകുമ്പോൾ അപ്പോൾ നമുക്ക് നല്ല ബാലൻസിങ് ആയിട്ട് തിരിച്ചെടുത്ത് പോവുക. അവിടെ ഓപ്പണൻ്റ് നമുക്ക് ഔട്ട് പോകും. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൽ വേറൊരു മിസ്റ്റേക്ക്, ഇത് നമ്മൾ ചെയ്താൽ തന്നെ ചില സമയം നമ്മളെ കൂടെ ഡിഫൻഡർ വരാനുള്ള സാഹചര്യം ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതൊന്നും കൂടി നമ്മൾ കറക്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് നമ്മൾ അധികം ചെയ്യുന്നത് ഈ ബോളിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും നമ്മൾ ഫോക്കസ്. ബോളിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഫോക്കസ് എങ്ങോട്ടായിരിക്കണം എന്ന് വെച്ചാൽ, ബോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഫേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് അതേപോലെ അങ്ങോട്ട് തന്നെ ആയിരിക്കണം. ജസ്റ്റ് നമ്മൾ നോക്കി അങ്ങോട്ട് ഫോക്കസ് ചെയ്ത്
ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ ഫോക്കസും അങ്ങോട്ട് ഫസ്റ്റ് ബോൾ അങ്ങോട്ടാകുമ്പോൾ നമ്മുടെ ഡിഫൻഡർ കൺഫേം ആയിട്ട് ഒന്ന് അവിടെ ജെർക്ക് ചെയ്ത് ആ സൈഡിലേക്ക് മാറിപ്പോകും. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് ഫുൾ സ്ട്രെച്ച് ആയിട്ട് നമ്മൾ അവിടെ ഫുൾ ബാലൻസ് ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ച് സുഖമായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് പോവാം. അതിൽ തന്നെ ഇനിയും നിങ്ങൾ നല്ലോണം കൺട്രോൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ എടുത്തിട്ട് ഈ കാലിലെടുത്ത് കൊർക്കേറ്റെല്ലാം ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് പോവാം. അതെല്ലാം നിങ്ങൾ ഭയങ്കര ഒരു കുറേ ചെയ്ത് അതിൽ നല്ലൊരു മാസ്റ്റർ ആയതിനു ശേഷം അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് റിസ്ക് ഉള്ള കാര്യമാണ്. ഈ ഒരു സ്കില്ല് പൊതുവെ ഞാൻ എടുക്കില്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കില്ല. എനിക്ക് അത് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ഒന്നാമത് റിസ്ക്കും കൂടിയാ, അതുകൊണ്ട് ഇത് പേഴ്സണലി ഞാൻ ഉപയോഗിക്കില്ല. പക്ഷേ ഇത് എങ്ങനെയെല്ലാം പഠിക്കാം, എങ്ങനെയെല്ലാം യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഇതിൻ്റെ മിസ്റ്റേക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ, ഇതെങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നെ, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് പഠിക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് എടുത്ത പാട് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം ഇടയ്ക്ക് ഒരു ബോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ ഒരു ഇത് കിട്ടും, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ നിങ്ങൾ പിടിച്ചോളുക. അതിൽ പിടിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്ത് എടുത്ത് പോവുക. പിന്നെ അടുത്തത് വേറൊന്നും കൂടി ഇത് എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു ടിപ്പും കൂടി ഞാൻ തരാം. ഒന്നാമത് ഈ ഒരു സ്കില്ല് നമ്മൾ ഒന്ന് സ്റ്റാൻഡേർഡ് ചെയ്യുന്നത് ഏറ്റവും ഫേവറേറ്റ് ഉണ്ടാവുക. ഒന്നിക്ക് സ്റ്റാൻഡേർഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ചെറിയ മൂവ്മെൻറ്റ് ചെയ്യുക. അല്ലാണ്ട് ഫാസ്റ്റായിട്ട് പോകുമ്പോൾ നമ്മൾ സ്പീഡായിട്ട് റണ്ണിങ്ങിൽ പോകുമ്പോൾ ഒന്നും ഈ ഒരു സ്കില്ല് നമുക്ക് ഒരിക്കലും ഉപയോഗപ്പെടില്ല. നമുക്ക് 100% നമുക്ക് ചെയ്യാനും പറ്റില്ല. അതേ കുട്ടികൾ എടുത്തു പോകുമ്പോൾ ചെയ്തിട്ട് അത് വേസ്റ്റ് ആയി പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ സ്റ്റോർ ചെയ്തോ, നിൽക്കുമ്പോൾ ഇല്ലെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റോ, ഈ 2 സമയത്തിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്ത് പഠിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ടിപ്പും കാര്യമെല്ലാം മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക, നല്ലോണം ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.